ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നെത്തോരി അഥവാ കൊഴുവ കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായി 1/2 കിലോ കൊഴുവ. നാട്ടിൽ നമുക്ക് ഇതിൻ്റെ ചെറിയ നെത്തോലിയാണ് കിട്ടുന്നത്. ഇത് കുറച്ചുകൂടെ വലിയ സൈസാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: 1/2 കപ്പ് തേങ്ങ, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി നമുക്ക് ചായച്ചെടുക്കണം. പച്ചമുളകും കുഞ്ഞുള്ളിയും എല്ലാം നമുക്ക് ചായച്ചെടുക്കണം. തേങ്ങയിൽ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ചായച്ചെടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, ഉലുവാപ്പൊടി. ഇത്രയാണ് ഈ തോരന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ. അതിനായി ഇത് 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴുവ മീനാണ്. 1/2 കിലോ ഉണ്ട് ഇത്. ഇനി നമുക്കൊരു ഇടിക്കുന്ന കല്ലെടുക്കാം. ആദ്യം നമുക്കൊരു കല്ലെടുത്ത് തേങ്ങാപ്പീര അതിലിടുക. കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി, ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് 1/2 ടീസ്പൂൺ മതി. ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. ഇത് നമുക്ക് ഇടിച്ചൊന്ന് ചായച്ചെടുക്കാം. ചായച്ചെടുത്തിട്ട് വരാം. എല്ലാം ചായച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ചുവന്നുള്ളി ചതയ്ക്കാം. ഇത് 15 ചുവന്നുള്ളിയാണ്. ഇത് നമ്മൾ ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ കല്ലിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് ചതയ്ക്കാം. ബാക്കി കറിവേപ്പില നമുക്ക് ലാസ്റ്റ് ഇടാനാണ്. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പറയാൻ വിട്ടുപോയി, 3 കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിരാൻ ഇട്ടിട്ടുണ്ട്. കടായി ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ അത്രയും മതി. ബാക്കി ലാസ്റ്റ് ചേർക്കാൻ വേണം. അതിലേക്ക് ചാച്ച വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ചെറുതായി ഒന്ന് വാടുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പിലയും കൂടെ ചേർക്കാം. ചെറുതായി ഒന്ന് വഴലുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാ മിക്സ് ചേർക്കാം. അതും ഇതോടൊപ്പം ഒന്ന് ഇളക്കി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇപ്പോൾ തന്നെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കും. ആദ്യം ഹൈ ഫ്ലെയിമിൽ, പിന്നെ ഒന്ന് തിള വരുമ്പോൾ ലോ ഫ്ലെയിം ആക്കാം. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു തോരനാണ്. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കിയാൽ പൊടിഞ്ഞു പോകും. ഇനി ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം. മീനൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വറ്റാനുണ്ട്. വീണ്ടും അടച്ചു വയ്ക്കും. തോരൻ ഏകദേശം റെഡിയായി. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഉപ്പും കൂടെ നോക്കാം. ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. തണുത്ത ശേഷം ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. അടപ്പം തുറന്ന് നോക്കാം. ഇന്നത്തെല്ലാം വെന്ത് വറ്റിയിട്ടുണ്ട്. തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നെത്തോലി അഥവാ കൊഴുവ തോരൻ റെഡി.